ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഡാർക്ക് സ്കിൻ ടോൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഫേസ് നന്നായിട്ട് ആളുടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നു. പ്രപ്പൻ പ്രൈമിൻ്റെ ടോണറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓൾ സ്കിൻ ടൈപ്പാണ്. ടോണർ അടിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അക്വാബ്ലാസ്റ്റിൻ്റെ മോയ്സ്ചറൈസിങ് ഇട്ട് കൊടുക്കാം. ഓരോന്നും കഴിയുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ 3 പ്രൊസീജിയറും ചെയ്യാൻ. ടോണർ, മോയ്സ്ചറൈസിങ്, പ്രൈമർ, ഇതെല്ലാം നമ്മൾ ടൈം എടുത്ത് തന്നെ ചെയ്യണം. മോയ്സ്ചറൈസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്മാർട്ട് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷിൻ്റെ പ്രൈമറാണ് ചെയ്യുന്നത്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. പ്രൈമറൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്യാവുള്ളൂ. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസീലർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ മാക്കിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ റെഡ് ടോണാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ഡാർക്ക് സ്കിന്നുള്ളവർക്ക് നമ്മൾ റെഡ് ടോൺ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫേസിനകത്ത് എവിടെയൊക്കെ ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡ് കാണുന്നുണ്ടോ, അവിടെയെല്ലാം നമ്മൾ ഈ റെഡ് കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലായിടത്തും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റെഡ് കൺസീലർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ആ സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കും. ഫുള്ള് നമ്മൾ അങ്ങനെ ഫേസ് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യുക. കഴുത്തും എല്ലായിടും നന്നായിട്ട് ഈവനാക്കി ചെയ്യണം. പിന്നീട് നമ്മൾ ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെർമയുടെ ഡാർക്കും മീഡിയം ടോണും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മേക്കപ്പ് ഫോർ എവറിൻ്റെ അക്വാസീൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മേക്കപ്പ് ഫോർ എവറിൻ്റെ അക്വാസീൽ. ഇതൊരു 2-3 ഡ്രോപ്സ് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കഴുത്തും എല്ലായിടും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഫൗണ്ടേഷൻ നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് PACയുടെ ബ്ലെൻഡറാണ്. എപ്പോഴും നമ്മൾ ബ്ലെൻഡർ നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രം നനച്ചിട്ട് അതൊന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഫേസും കഴുത്തും നമ്മൾ എവിടെയൊക്കെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. ഇതിൻ്റെ മേലെ നമ്മൾ HD ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഹുദ ബ്യൂട്ടിയുടെ ഡാർക്ക് ഷെയ്ഡും നാട്സിൻ്റെ മീഡിയം ടോണുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. ആ ഷെയ്ഡ് നമ്മളിവിടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഫേസ് ഫുള്ള് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ വെറ്റായിട്ടുള്ളൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഫിക്സിംഗ് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ലോറ മേഴ്സിയറിൻ്റെ സെറ്റിംഗ് പൗഡറും ഉണ്ട്. അതുപോലെ തന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫിക്സിംഗ് പൗഡറും ഉണ്ട്. ഞാൻ ഈ കുട്ടിക്ക് യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫിക്സിംഗ് പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മേലെ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഫിക്സിംഗ് പൗഡറോ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഫിക്സിംഗ് പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിന്നിന് മാച്ചായിട്ടുള്ള ഫിക്സിംഗ് പൗഡർ വേണം അപ്ലൈ ചെയ്യാൻ. പല ഷെയ്ഡിലുള്ള ഫിക്സിംഗ് പൗഡർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലിപ് ബാമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ദേഗയുടെ ലിപ് ബാമും ഉണ്ട്, ബയോട്ടിക്കിൻ്റെ ലിപ് ബാമും ഉണ്ട്. 2 ലിപ് ബാമും ബെറ്ററാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ദേഗയുടെ ലിപ് ബാമാണ്. ദേഗയുടെ ലിപ് ബാം ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളി ലിപ് ബാമാണ്, നല്ല ലിപ് ബാമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചിലർ മേക്കപ്പിന് മുൻപേ തന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ഫൗണ്ടേഷനൊക്കെ മുൻപേ തന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പം ഐ മേക്കപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളിവിടെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു ഹൈലൈറ്റിംഗ് കളറാണ് കണ്ണിന് മേലെ കൊടുത്തത്. അതിനുശേഷം ഒരു ഗ്ലോസി ബ്രൗൺ അതിൻ്റെ തൊട്ട് മേലെ കൊടുത്തു. എപ്പോഴും ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിഷ്ടമുള്ള ഷെയ്ഡ് കൊടുക്കാൻ. നെക്സ്റ്റ് നമ്മളൊരു നോർമൽ ഗ്ലിറ്റഡ് ഡാർക്ക് ബ്രൗൺ കൊടുത്തു. ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മേലെ ഐ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ചെറിയ പൊടികളൊക്കെ താഴെ വീണാലും നമുക്കതൊരു ബ്രഷ് വെച്ചിട്ട് ലാസ്റ്റ് നമുക്കത് തൂത്ത് കളയാൻ എളുപ്പമുണ്ടാവും. ഐ മേക്കപ്പ് പൂർത്തിയായതിനു ശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഐബ്രോ കേക്ക് പാലറ്റിൻ്റെ ഒരു ഡാർക്ക് ആഷ് കളർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്.
ഐബ്രോ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബ്ലാക്കിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഡാർക്ക് ആഷായിരിക്കും. നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും. നെക്സ്റ്റ് കണ്ണിൻ്റെ മേൽഭാഗം ലൈൻ ചെയ്യുന്നതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഐ കമ്പനിയുടെ കേക്ക് ഐ ലൈനറാണ്. ഈ കേക്ക് ഐ ലൈനറിൻ്റെ പാലറ്റിൽ നമ്മൾ 2-3 ഡ്രോപ്സ് വാട്ടർ മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. ലാഷസ് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്ത് നമുക്ക് നല്ല തിക്ക് വരുത്താം. ലാഷസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ലാഷസാണ് യൂറോ പാരിസിൻ്റെ നമ്പർ 53. അത് എല്ലാവർക്കും സ്യൂട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ അടിവശം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സ്റ്റൈൽ സീക്രട്ടിൻ്റെ കളർ സ്റ്റേ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഇത് ഭയങ്കര ബെറ്ററാണ്. അതിനുശേഷം ഷോപ്പാരലിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്ന് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ ആദ്യം ഇട്ടു. ഞാൻ 2-3 ഷെയ്ഡ് മിക്സ് ചെയ്താണ് എപ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഇതിൻ്റെ മേലെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഈ 3 ഷെയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ കോണ്ടൂറിങ് ആണ് ചെയ്യുന്നത്. ഫേസിന് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കോണ്ടൂറിങ് ചെയ്തു. അതിനുശേഷം നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ ഫിക്സിങ് സ്പ്രേ അടിച്ചിരിക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് അർബൻ ഡിക്കയുടെ ഓൾ നൈറ്ററിൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ് ഞാൻ എല്ലാവർക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. നമ്മളിവിടെ ഫേസ് മേക്കപ്പ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഹെയറിനൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ കൊടുത്ത് കുറച്ച് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ സാരി ഒന്ന് സിമ്പിളായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും മേക്കപ്പ് ടിപ്സും ഹെയർ സ്റ്റൈൽസുമായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഇറ്റ് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.